അധ്യായം 11. പരിണാമം സംഭവിച്ച അപകടകാരിയായ ആമയെ വേട്ടയാടാനായി കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ് ലിയോ. പെട്ടെന്ന് ആരുടെയോ കാലടി ശബ്ദം കേട്ട് ഭയന്ന ലിയോ ആരാണ് വന്നതെന്നറിയാനായി ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അവിടെ കുളത്തിനടുത്തായി ഒരാൾ നിൽപ്പുണ്ട്. അയാൾക്ക് ഏകദേശം 30 വയസ്സോളം പ്രായമുണ്ട്. ശരീരത്ത് ധാരാളം മുറിവുകളുമായി മുഷിഞ്ഞ വസ്ത്രം ധരിച്ച അയാളെ കണ്ടപ്പോൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരാളെ പോലെ ലിയോയ്ക്ക് തോന്നി. ചീനു, നിനക്കതാരാണെന്നറിയാമോ? ലിയോ അതാരാണെന്നറിയാനുള്ള ആകാംക്ഷയോടെ ചീനുവിനോട് ചോദിച്ചു. ഇല്ല, ഞാൻ അവനെ മുൻപ് കണ്ടിട്ടില്ല. എന്തായാലും അവൻ റൈഡൻ നഗരത്തിലുള്ള ആളല്ല. ചീനു വന്നിരിക്കുന്ന ആളെ സൂക്ഷ്മമായി വീക്ഷിച്ചതിന് ശേഷം പറഞ്ഞു. ആ അപരിചിതൻ വളരെ ക്ഷീണിതനാണ്. അയാൾ വെള്ളം കുടിക്കുന്നതിനു വേണ്ടിയാകും കുളത്തിനടുത്തേക്ക് പോകുന്നത്. അതിലേക്കെങ്ങാനും ഇറങ്ങിയാൽ ആ ഭീകരനായ ആമ അയാളെ മുഴുവനായി വിഴുങ്ങിക്കളയും. അയാൾ കുളത്തിനടുത്തേക്ക് നടക്കുന്നത് കണ്ട ചീനു പറഞ്ഞു. അയ്യോ, അങ്ങനെയാണെങ്കിൽ കുളത്തിൽ ഇറങ്ങുന്നതിൽ നിന്നും ഞാൻ അയാളെ തടയാം എന്നും പറഞ്ഞുകൊണ്ട് ലിയോ അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി. എന്റെ ലിയോ, മുന്നും പിന്നും നോക്കാതെ നീ ഇങ്ങനെ ചാടി ഇറങ്ങിയാൽ അതൊക്കെ ആപത്തിൽ ചെന്നേ അവസാനിക്കൂ. ഞാൻ പറയുന്നത് കേൾക്ക്. അവിടെ ഒരു നഗരം മുഴുവൻ നിന്നെ തേടുന്നുണ്ട്. മൃഗലോചനാണെങ്കിൽ നിന്റെ തലയ്ക്ക് വിലയിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് നീ അയാളെ രക്ഷിക്കാൻ പോയി നീ ആരാണെന്ന സത്യം അയാൾ മനസ്സിലാക്കിയാൽ എന്താകുമെന്ന് നിനക്കറിയില്ലേ? അയാളുടെ കണ്ണിൽ പെടാതെ ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ചീനു ലിയോയെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞു വരുന്നത് അയാളെ ആമ കടിച്ചു കൊല്ലുന്നത് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണമെന്നാണോ? ഈ ഗ്രഹത്തിലുള്ളവർക്ക് വേട്ടയാടി വേട്ടയാടി മനുഷ്യത്വമേ ഇല്ലാതായി പോയോ? ആപത്തിൽപ്പെട്ടവനെ സഹായിക്കുക എന്നത് മനുഷ്യന്റെ അടിസ്ഥാന ഗുണങ്ങളിൽ ഒന്നാണ്. എന്നെ കൊണ്ട് ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല. ഞാൻ അയാളെ രക്ഷിക്കാൻ പോകുന്നു. ലിയോ ചീനുവിനോട് പറഞ്ഞുകൊണ്ട് കുറ്റിക്കാട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി. ലിയോ, അയാൾ ശത്രുവാണോ മിത്രമാണോ എന്ന് നമുക്കറിയില്ല. നീ അവിടേക്ക് പോകരുത്. ചീനു അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും ലിയോ കേട്ടില്ല. സുഹൃത്തെ, അവിടേക്ക് പോകരുത്. ആ കുളത്തിനകത്ത് അതിഭീകരനായ ഒരു ആമയുണ്ട്. ലിയോ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് അയാൾക്കടുത്തേക്ക് ചെന്നു. ഓ, ഇതേതാ സ്ഥലം? ഷാൻവിൽ നഗരത്തിലേക്ക് പോകാനുള്ള വഴി നിങ്ങൾക്കറിയുമോ? ആ പരിസരത്തൊരാളെ കാണാൻ കഴിഞ്ഞ ആശ്വാസത്തിൽ ആ അപരിചിതൻ ചോദിച്ചു. ഷാൻവിൽ നഗരമോ? സ്വയം പറഞ്ഞുകൊണ്ട് ലിയോ ചീനു ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി. എന്നെ എന്തിനാ നോക്കുന്നത്? ഈ ലോകത്തിൽ റൈഡൻ നഗരത്തിനെ പോലെ ഇനിയും ധാരാളം നഗരങ്ങളുണ്ട്. അതിലൊന്നാണ് ഷാൻവിൽ നഗരം. ഞാൻ ഇതിനു മുൻപ് ഈ നഗരത്തെപ്പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ അതെവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ചീനു പറഞ്ഞത് കേട്ട ലിയോ അപരിചിതനെ നോക്കി. എനിക്ക് ആ നഗരം എവിടെയാണെന്ന് അറിയില്ല. നിങ്ങൾ പോകുന്ന വഴിക്ക് വേറെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചു നോക്ക്. കണ്ടിട്ട് ഞാൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചതുപോലെയുണ്ട്. ഞാനിപ്പോ എവിടെയാണെന്ന് എനിക്കറിയില്ല. അയാൾ സ്വയം പിറുപിറുത്തുകൊണ്ട് ലിയോയെ നോക്കി. ഏയ് അടിമയെ, എന്നെ ഷാൻവിൻ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. അപരിചിതൻ പറഞ്ഞത് കേട്ടപ്പോൾ ലിയോയ്ക്ക് ദേഷ്യം വന്നു. ഇവിടെ നിന്നും തെക്ക് ദിശയിലേക്ക് നേരെ നടന്നാൽ നിങ്ങൾ ഇരുട്ടുന്നതിന് മുൻപ് ഷാൻവിൻ നഗരത്തിലെത്തും. ഞാൻ ഇവിടെ വേട്ടയാടാനാണ് വന്നത്, അല്ലാതെ വഴിതെറ്റി വന്നവർക്ക് വഴി കാട്ടാനല്ല. എനിക്ക് നിങ്ങളുടെ ഒപ്പം വരാൻ കഴിയില്ല. നിങ്ങൾ പൊയ്ക്കോളൂ. ദേഷ്യമടക്കി പറഞ്ഞുകൊണ്ട് ലിയോ തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് അയാൾ ഓടി വന്ന് ലിയോയുടെ പുറകിൽ ചവിട്ടി. അപ്രതീക്ഷിതമായി കിട്ടിയ ചവിട്ടിൽ ലിയോ നിലത്തേക്ക് തെറിച്ചു വീണു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ലിയോ, ആവശ്യമില്ലാത്ത പണിക്ക് പോകരുതെന്ന്. ആ മനുഷ്യൻ ഒരു മൃഗത്തിനെ പോലെയാണ്. അയാളെ സഹായിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇനി അയാളുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. ചീനു ഞെട്ടലോടെ പറഞ്ഞു. ലിയോ അവന്റെ വസ്ത്രത്തിൽ പറ്റിയ മണ്ണ് തട്ടിക്കളഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. നിങ്ങൾ എന്തിനാണ് എന്നെ ചവിട്ടിയത്? ലിയോ ദേഷ്യത്തോടെ അയാളോട് ചോദിച്ചു. സംസാരം നിർത്തടിമേ, എന്നിട്ട് എന്നെ ഷാൻവിൽ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ, അല്ലെങ്കിൽ എന്റെ കൈകൊണ്ട് മരിക്കാൻ തയ്യാറായിക്കോളൂ. അപരിചിതൻ ധാർഷ്ട്യത്തോടെ ലിയോയെ നോക്കി പറഞ്ഞു. എന്ത്? ഞാൻ നിന്റെ കൈകൊണ്ട് മരിക്കാനോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. കുന്തം വരട്ടെ. ലിയോ പരിഹാസത്തോടെ അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ലിയോയുടെ കയ്യിൽ കുന്തം പ്രത്യക്ഷപ്പെട്ടു. ലിയോ അയാളോട് യുദ്ധത്തിന് തയ്യാറായി. അയ്യോ, യുദ്ധമോ? ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞു വരാം. ചീനു ഭയത്തോടെ ലിയോയെ നോക്കി പറഞ്ഞുകൊണ്ട് അപ്രത്യക്ഷമായി. ലിയോയുടെ കയ്യിലിരിക്കുന്ന കുന്തത്തിലേക്ക് നോക്കി അപരിചിതൻ പുച്ഛത്തോടെ ചിരിച്ചു. ഇതാണോ നിന്റെ ആയുധം? നീ ഇത് വെച്ചാണോ എന്നോട് പോരടിക്കാൻ പോകുന്നത്? കഷ്ടം. ഇതിൽ നിന്നും തന്നെ നിന്റെ നിലവാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിന്നെ പോലെയുള്ള ഭീരുക്കൾക്കാണ് ആയുധത്തിന്റെ ആവശ്യം. എന്റെ ശക്തിക്ക് മുന്നിൽ നിന്റെ ആയുധം ഒന്നുമല്ല. അപരിചിതൻ ഭീഷണിയോടെ പറഞ്ഞു. ലിയോ ആയുധങ്ങളെ ഭയപ്പെടാത്ത ആ മനുഷ്യനെ നോക്കി ആശ്ചര്യത്തോടെ നിൽക്കുകയാണ്. അയാൾ ഒരു കൈ ഉയർത്തി ഒന്ന് വീശിയപ്പോഴേക്കും ലിയോയുടെ കുന്തം ഒരു ശബ്ദത്തോടെ 2 കഷ്ണങ്ങളായി ഒടിഞ്ഞു. അയാളുടെ കൈപ്പത്തി കൊത്തിയെടുത്ത പവിഴം പോലെ തിളങ്ങി. ലിയോ ഒരു ഞെട്ടലോടെയാണ് അത് കണ്ടത്.
ഏയ്, നിന്നെ പോലെ എത്ര എണ്ണത്തിന് ഞാൻ കൊന്നിട്ടുണ്ടെന്നറിയുമോ? ഇത് ഞാൻ നിനക്ക് നൽകുന്ന അവസാന അവസരമാണ്. ഒന്നെങ്കിൽ എനിക്ക് വഴികാട്ടുക, അല്ലെങ്കിൽ ചാകാൻ തയ്യാറായിക്കോ. അയാൾ ലിയോയെ നോക്കി ഭീഷണിപ്പെടുത്തിയിട്ട് കൈ ഉയർത്തി ഒരു മർമ്മ മുദ്രയുമായി നോക്കി നിന്നു. അപരിചിതന്റെ സംസാരത്തിലും ഭാവത്തിലും ദേഷ്യം വന്ന ലിയോ സ്വർണ്ണ കവചം വരട്ടെ എന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ അവന്റെ ദേഹത്ത് സ്വർണ്ണ കവചം വന്നു മൂടി. സ്വർണ്ണ കവചമോ? നിന്നെ പോലെ ഒരു ഭീരുവിനെ എങ്ങനെയാണ് ഇത്രയും മഹത്തായ ഈ സ്വർണ്ണ കവചം കിട്ടിയത്? ആ ദേഷ്യത്തോടെ അയാൾ സർവ്വശക്തിയും എടുത്ത് ലിയോയെ ചവിട്ടി. അയാളുടെ കൂസലില്ലായ്മ കണ്ട ലിയോയ്ക്ക് അയാളോട് ഏറ്റുമുട്ടാൻ ചെറിയ ഭയം തോന്നി. അയാൾ കൈ ഉയർത്തി ലിയോയുടെ കാലിലേക്ക് ആഞ്ഞുവെട്ടി. അത് ലിയോയുടെ കവചത്തിൽ ചെറിയ ചളുക്കമുണ്ടാക്കി. അവൻ ഞെട്ടിപ്പോയി. രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ പോലും എന്റെ കവചത്തിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. പക്ഷെ ഈ മനുഷ്യൻ വെറും കൈകൊണ്ടടിച്ചപ്പോഴേക്കും എങ്ങനെയാണ് എന്റെ കവചത്തിനെ ഈ വിധമാക്കാൻ കഴിഞ്ഞത്? ലിയോ ചിന്തിച്ചു. എനിക്ക് നിന്റെ കവചം തകർക്കാൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ നിന്റെ കവചം വളരെ ശക്തമാണ്. നീ എനിക്ക് ആ കവചം നൽകി എന്നെ ആക്രമിച്ചതിന് മുട്ടിൽ നിന്ന് മാപ്പ് ചോദിച്ചാൽ ഞാൻ നിന്നെ ജീവനോടെ വിട്ടയക്കാം. അപരിചിതൻ ശബ്ദമൽപ്പം മയപ്പെടുത്തി പറഞ്ഞു. അത് ലിയോയെ വീണ്ടും ദേഷ്യം പിടിപ്പിച്ചു. ഓ, ഇവിടെ നിന്നും ആർക്ക് ജീവനോടെ പുറത്തേക്ക് പോകാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ലിയോ പറഞ്ഞുകൊണ്ട് അയാൾക്ക് നേരെ കാൽ ഉയർത്തി വീശി. അയാൾ ലിയോയുടെ കാലിൽ പിടിച്ചു വലിച്ചു. രണ്ടുപേരും അടിതെറ്റി താഴെ വീണു. അപരിചിതൻ പോരാട്ടത്തിൽ ആധിപത്യം സ്ഥാപിച്ച് ലിയോയുടെ പുറത്തേക്ക് കയറി. അയാൾ അവന്റെ കൈകൾ പുറകിലേക്ക് പിടിച്ചു വെച്ചു. നിനക്ക് എവിടെ നിന്നാണ് ഈ സ്വർണ്ണ കവചം കിട്ടിയത്? നീ ഒരിക്കലും ഇതിന് അർഹതപ്പെട്ടവനല്ല. നിന്നെ പോലൊരു ഭീരുവിന്റെ പക്കൽ ഇത്തരം ഒരു വിശേഷപ്പെട്ട കവചം ഇരിക്കാൻ പാടില്ല. ആ ആത്മശക്തി എനിക്ക് വേണം. മര്യാദയ്ക്ക് അതെനിക്ക് കൈമാറിക്കോ. വേഗമാകട്ടെ. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കവചം വാങ്ങിയെടുക്കാനായി ലിയോയുടെ തലയിൽ പല തവണ ശക്തിയായി ഇടിച്ചു. എന്നാൽ കവചത്തിന്റെ സംരക്ഷണം ഉള്ളതുകൊണ്ട് അവനൊന്നും സംഭവിച്ചില്ല. ഒരു കാര്യവുമില്ലാതെ അപരിചിതനായ ഒരാളുടെ കയ്യിൽ നിന്നും ഈ വിധം തല്ല് വാങ്ങി കൂട്ടുന്നതിൽ അവന് നാണക്കേട് തോന്നി. ക്ഷമ നശിച്ച ലിയോ പരിവർത്തന ശക്തി വരട്ടെ എന്ന് പറഞ്ഞതും അവന്റെ ശരീരം അവൻ മുൻപ് കൊന്ന രാക്ഷസ മൃഗത്തിന്റെ ചെറിയൊരു പതിപ്പിലേക്ക് മാറി. എന്താണ് സംഭവിക്കുന്നതെന്ന് ആ അപരിചിതൻ മനസ്സിലാക്കിയെടുക്കുന്നതിന് മുൻപേ ലിയോ തിരിഞ്ഞ് അയാളുടെ തലയിൽ തന്റെ തല കൊണ്ട് ശക്തിയായി പ്രഹരിച്ചു. അയാളുടെ മൂക്കിൽ നിന്നും രക്തം കുതിച്ചൊഴുകാൻ തുടങ്ങി. അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ ലിയോ അവന്റെ എരുമ തല ഉപയോഗിച്ച് അയാളെ പല തവണ കുത്തി പരിക്കേൽപ്പിച്ചു. ആരാടാ ഭീരു? ആരാടാ മോശക്കാരൻ? ലിയോ അടിക്കുന്നതിനിടയിൽ ദേഷ്യത്തോടെ അയാളെ നോക്കി ചോദിച്ചുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ അയാളുടെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. തലയ്ക്ക് ചുറ്റും രക്തം തളം കെട്ടിക്കിടന്നു. എന്നാൽ ദേഷ്യം കൊണ്ട് കണ്ണുകൾ മൂടപ്പെട്ട ലിയോ അതൊന്നും അറിയാതെ അപ്പോഴും അയാളെ പ്രഹരിച്ചുകൊണ്ടിരുന്നു. ഏയ് ലിയോ, ഒന്ന് നിർത്ത്, അയാൾ മരിച്ചു കഴിഞ്ഞു. ചീനു ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ചീനുവിനെ കണ്ട ലിയോ കോപമടക്കി അയാളിൽ നിന്നും അകന്നു മാറി. എന്നാൽ അയാൾ മരിച്ചു എന്ന് മനസ്സിലാക്കിയ അവൻ ഭയത്താൽ വിറച്ചു. അയ്യോ, ഇയാൾ മരിച്ചോ? ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. ഞാനിപ്പോ എന്ത് ചെയ്യും? ചീനു, എനിക്ക് പേടിയാവുന്നു. ലിയോ പരിഭ്രമത്തോടെ പറഞ്ഞു. പരിവർത്തന ശക്തി മറയട്ടെ എന്ന് പറഞ്ഞതും ലിയോ സാധാരണ രൂപത്തിലേക്ക് വന്നു. എന്നാൽ അപ്പോൾ അവന്റെ ശാരീരിക ശക്തി കുറയുകയും അവന്റെ ശരീരത്തിന്റെ പല ഭാഗത്തുമുള്ള പേശികൾ വേദനിക്കുകയും ചെയ്തു. മുന്നിൽ മരിച്ചു കിടക്കുന്ന ആളെ കണ്ടപ്പോൾ മാനസികമായി കൂടി അവൻ തളർന്നുപോയി. നീ ചെയ്തു പോയ കാര്യത്തെ ഓർത്ത് പശ്ചാത്താപം വേണ്ട ലിയോ. അവനെ നീ കൊന്നില്ലായിരുന്നുവെങ്കിൽ അവൻ നിന്നെ കൊല്ലുമായിരുന്നു. അവന്റെ കയ്യിൽ നിന്റെ അടുത്തുള്ളതുപോലെ രൂപമാറ്റ ശക്തി ഒന്നും ഇല്ലാത്തത് കാര്യമായി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൻ നിന്നെ എളുപ്പത്തിൽ തോൽപ്പിച്ചേനെ. നീ ആദ്യം അവന്റെ കയ്യിലെ ബ്രേസ്ലെറ്റ് ഊരി മാറ്റൂ. ചീനു പറഞ്ഞു. ലിയോ വെപ്രാളത്തോടെ ആ അപരിചിതന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് ഊരിമാറ്റി. അവൻ അതിലെ ഒരു ബട്ടൺ പ്രസ് ചെയ്തു. മരിച്ച മനുഷ്യന്റെ മാജിക് സ്ക്രീൻ അവർക്ക് മുന്നിൽ തെളിഞ്ഞു. അവന്റെ പേര് വീരവാണി എന്നാണ്. അയാൾ വർമ്മകലയിൽ നിപുണനായിരുന്നുവെന്ന് ലിയോയ്ക്ക് അതിലെ വിവരങ്ങളിൽ നിന്നും മനസ്സിലായി. അതിൽ നിന്നും വീരവാണി വർമ്മകല പരിശീലിക്കുന്ന കുറച്ചധികം വീഡിയോസ് ലിയോയ്ക്ക് കിട്ടി. ഇതൊക്കെ എന്താണ് ചീനു? ഈ ആയോധന കല അഭ്യസിച്ചത് കൊണ്ടാണോ അവൻ എന്റെ കുന്തത്തിനെ ഒറ്റവെട്ടിന് മുറിക്കാൻ കഴിഞ്ഞത്? എന്നാലും ഇതെങ്ങനെ? ലിയോ അത്ഭുതത്തോടെ ചീനുവിനെ നോക്കി ചോദിച്ചു. വർമ്മകല ഒരു പരമ്പരാഗത ആയോധന കലയാണ്. ഈ പരമ്പരാഗത വിദ്യ കയ്യിലുണ്ടെങ്കിൽ ഒരായുധവും കൈവശമില്ലാത്ത സമയം അപകടങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ കഴിയും. എന്നാൽ ഈ കല അഭ്യസിക്കാൻ താല്പര്യം മാത്രം പോരാ, ക്ഷമയും ചിട്ടയോടുള്ള പരിശീലനവും ഇതിനാവശ്യമാണ്. ഒരു ഫലവും പ്രതീക്ഷിക്കാതെ നീ സ്വയം ഈ കലയിൽ സമർപ്പിക്കണം. നിനക്ക് ഏത് ആയുധങ്ങൾ വേണമെങ്കിലും സെൽ പോയിന്റുകൾ കൊടുത്ത് സ്വന്തമാക്കാൻ കഴിയും. എന്നാൽ വർമ്മകല കയ്യിലുള്ളവന് ഏത് ആയുധങ്ങളെയും നേരിടാൻ കഴിയും. ചീനു അവന് വിശദീകരിച്ചു കൊടുത്തു.
അത് മുഴുവൻ ലിയോ ശ്രദ്ധയോടെ കേട്ടു. ഓ, ആയോധന കലയ്ക്ക് ഇത്രയും മേന്മയുണ്ടോ? അപ്പോ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെയുള്ള ആയോധന കലകളിൽ വിദഗ്ധനായിരിക്കും അല്ലേ? ലിയോ ചീനുവിനോട് സംശയത്തോടെ ചോദിച്ചു. തീർച്ചയായും ഇവൻ ആയോധന കലകളിൽ മികച്ചവൻ തന്നെയാണ്. ഇവൻ പോരാടിയപ്പോൾ അവന്റെ കൈപ്പത്തികളുടെ തിളക്കം നീ കണ്ടതല്ലേ? അതുപോലെ ശരീരം മൂർച്ച കൂട്ടിയെടുക്കാൻ നീ വർഷങ്ങളോളം തപസ് അനുഷ്ഠിക്കുന്നത് പോലെ പരിശീലിക്കേണ്ടി വരും. പക്ഷേ അത്തരമൊരു വീരൻ നിന്റെ കൈകൊണ്ട് മരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചീനു അതും പറഞ്ഞ് അതിശയത്തോടെ ലിയോയെ നോക്കി. ലിയോ ഒന്നും മിണ്ടാതെ ആ ബ്രേസ്ലെറ്റ് ബാഗിലേക്ക് വെച്ചു. വീരപാണിയുടെ മൃതദേഹം അവൻ കുളത്തിലേക്ക് എടുത്തിട്ടു. കുളത്തിന്റെ ആഴങ്ങളിൽ നിന്നും ഒരു കൂട്ടം ഭീകര ആമകൾ പൊങ്ങി വന്ന് ആ ശരീരത്തിനെ കടിച്ചു മുറിച്ച് ഭക്ഷിച്ചു. രക്ഷിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു പോയിട്ട് നീ അവനെ കൊന്ന് ഇതിനൊക്കെ തീറ്റയാക്കിയല്ലേ ലിയോ? അത് കണ്ട ചീനു പറഞ്ഞു. ലിയോ ക്ഷീണിതനായതുകൊണ്ട് വേട്ടയാടണ്ടെന്ന് തീരുമാനിച്ചു. അവന് വർമ്മകലയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹം തോന്നി. അതുകൊണ്ട് അന്നത്തെ വേട്ട അവസാനിപ്പിച്ച് ലിയോ റൈഡൻ നഗരത്തിലേക്ക് മടങ്ങി. അവൻ നഗര കവാടത്തിലൂടെ ഉള്ളിലേക്ക് കടന്നു. അവിടെ അപ്പോഴും സൂര്യൻ ആരാണെന്ന് തെരഞ്ഞുകൊണ്ട് നടക്കുന്ന മൃഗലോചനന്റെ പടയാളികളെ അവൻ കണ്ടു. സൂര്യനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകുമെന്നുള്ള പോസ്റ്റർ പല സ്ഥലങ്ങളിലും ലിയോ കണ്ടു. സൂര്യൻ ആരാണെന്നറിയാനുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ അവിടെയുള്ളവരാരും ലിയോ എന്ന ആൺകുട്ടിയെ ശ്രദ്ധിക്കുന്നത് കൂടിയില്ലായിരുന്നു. ലിയോ മുറിയിലേക്ക് പോയി. അവിടെ അവൻ കൂട്ടിലടച്ചു വെച്ച കാട്ടുപൂച്ച ഇതുവരെ പരിണമിച്ചിട്ടില്ല. ഈ കാട്ടുപൂച്ച ഇനി എപ്പോഴാണ് പരിണമിക്കുന്നത്? ഇതിനെ കൊന്നിട്ട് എപ്പോഴാണ് എനിക്കിനി സെൽ പോയിന്റുകൾ കിട്ടാനായി പോകുന്നത്? ലിയോ സ്വയം പറഞ്ഞു. അവൻ ആകെ മുഷിച്ചിൽ തോന്നി. അപ്പോഴാണ് അവൻ വീരപാണിയുടെ ബ്രേസ്ലെറ്റിനെ കുറിച്ച് ഓർത്തത്. അവൻ ബാഗിൽ നിന്നും അത് പുറത്തേക്കെടുത്തു. അതിലെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് അതിനുള്ളിലെ വിവരങ്ങളെ വായിക്കാനായി തുടങ്ങി. വർമ്മകല എന്നത് ഒരു പാരമ്പര്യ കലയാണ്. ലിയോ മുറി അടച്ചിരുന്ന് വർമ്മകല അഭ്യസിക്കാൻ തുടങ്ങി. അതിലെ തന്ത്രങ്ങളെല്ലാം അവൻ മനഃപ്പാഠമാക്കി. പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ആ വിദ്യ അഭ്യസിക്കുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമല്ല എന്നവന് മനസ്സിലായത്. അവന് വീരപാണി എന്ന യുവാവിനോട് വല്ലാത്ത ബഹുമാനം തോന്നി. ചീനു, ഈ വിദ്യ പഠിച്ചെടുക്കുന്നത് നിസ്സാര കാര്യമല്ല. ആ പിച്ചക്കാരനെ പോലെ ഇരുന്ന വീരപാണി എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചെടുത്തത്? ലിയോ പരിശീലനത്തിനിടയിൽ ചീനുവിനോട് ചോദിച്ചു. ലിയോ, ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലേ, ഇവിടെയുള്ളവർക്ക് ആയുസ് കൂടുതലാണ്. അതുകൊണ്ട് എത്ര കഠിനമായ കലയെയും പരിശീലിച്ചെടുക്കാൻ അവർക്ക് സമയം കിട്ടും. എങ്കിലും അച്ചടക്കമില്ലാതെ ഒരു കലയും പഠിക്കാൻ കഴിയില്ല. ചീനു അവന് മനസ്സിലാക്കി കൊടുത്തു. ശരിയാണ്, ആ യുവാവ് എന്നോട് പോരടിച്ച രീതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കും അവനെ പോലെ ഈ വിദ്യ പഠിച്ചെടുക്കണം. അങ്ങനെ ചെയ്താൽ ഈ ലോകത്ത് എന്റെ ജീവൻ നിലനിർത്തുന്നതിന് അതെന്നെ ഒരുപാട് സഹായിക്കും. ലിയോ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ലിയോ ദിവസങ്ങളായി കഠിന പരിശീലനത്തിലാണ്. പതിയെ അവന് വേഗതയും ശരീരത്തിന് കൂടുതൽ ആരോഗ്യവും കൈവന്നു. ഹു ഹാ ഹു അവൻ വർമ്മകല അഭ്യസിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ തന്നെ ലിയോ, വലത്തേക്ക് ചുറ്റ്, ഇനി ഇടതുവശത്ത്, അടുത്തത് മുകളിൽ. ആ, അങ്ങനെ തന്നെ. ചീനുവും അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് താമര ലിയോയുടെ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. ലിയോ ഞെട്ടി അവളെയും അവന്റെ രൂപത്തിലേക്കും മാറി മാറി നോക്കി.